അപ്പോൾ നിങ്ങൾ അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിന്ന് തുടക്കത്തിൽ ഒരു നിയമം എഴുതി വെച്ചു. അതായത് ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ആ ഞാണിനെ സമഭാഗം ചെയ്യും എന്നാണ് നമ്മൾ എഴുതി വെച്ചത്. അത് എഴുതി വെച്ച് എടുത്ത് വയ്ക്കുക. നിങ്ങൾ ഒരു വൃത്തത്തിൻ്റെ തുടക്കത്തിൽ കാണാം. തുടക്കത്തിൽ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ആ ഞാണിലേക്ക്, ആ വൃത്തത്തിലൊരു ഞാണിലേക്ക് നമ്മൾ ലംബം വരച്ചാൽ അത് ഞാണിനെ സമഭാഗം ചെയ്യും എന്ന് നമ്മൾ തെളിയിച്ചുള്ളത്. അതൊന്നും എടുക്കട്ടെ. ഇതിപ്പോൾ ഞാനിത് താഴെ അതിൻ്റെ ഒരു പ്രൂഫ്, അതിൻ്റെ തെളിവാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് എഴുതി തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ നോട്ട് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ എഴുതുക. അപ്പോൾ നമ്മുടെ നിയമം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ നിയമത്തിൽ കുറേ കണക്ക് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ആ നിയമം ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ഉള്ളതല്ല, പുറമേ നിന്ന് വരുന്ന ചോദ്യമാണത്. അപ്പോൾ ആ ഒരു ചോദ്യം എഴുതുക. അടുത്ത ചോദ്യമായിട്ട് എഴുതിക്കോളൂ. ഞാൻ പറയാം. ഇംഗ്ലീഷ് മലയാളം എഴുതുക. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന്, ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ആ വൃത്തത്തിലെ ഒരു ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. ഞാണിനെ സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. ഇനി അത് ഇംഗ്ലീഷിൽ എഴുതുക. ദ പെർപെൻഡിക്കുലർ drawn from the center of a circle to any chord will bisect the chord. അപ്പോൾ ഇതിൻ്റെ ചിത്രം ഇവിടെ വരയ്ക്കാം. ശ്രദ്ധിക്കാം കേട്ടോ. ഇത് വൃത്തം, ഇതൊരു ഞാൻ, വൃത്തകേന്ദ്രം, വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് ലംബം വരച്ചു. അതാണ് സി ഡി. ഞാനിൻ്റെ പേരാണ് എ ബി. നിങ്ങളിവിടെ എ സി ആൻഡ് ബി സി അത് ജോയിൻ ചെയ്യാം. AC and BC ജോയിൻ ചെയ്യും. ആ ചിത്രം പെട്ടെന്ന് വരയ്ക്കും. വരച്ചോ? ഇനി ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ തെളിയിക്കേണ്ട കാര്യം, ഇവിടെ തന്ന കാര്യം എ ബി എന്ന് പറയുന്ന ഒരു ഞാണിലേക്ക് വൃത്തകേന്ദ്രമായ സിയിൽ നിന്നൊരു ലംബം വരച്ചു. ലംബം വരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി കോണായി. അങ്ങനെ ലംബം വരച്ചു കഴിഞ്ഞാൽ ആ ലംബം ഈ ഞാണിനെ സമഭാഗം ചെയ്യാന്ന് പറയുമ്പോൾ എ ഡി സമം ബി ഡി, ഈ രണ്ട് ഭാഗങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ തെളിയിക്കാനാണ് നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ കണക്കുകൾ തെളിയിക്കുന്ന സമയത്ത് ഒരു 90% ആ തെളിയിക്കാനുള്ള വശങ്ങൾ അല്ലെങ്കിൽ തെളിയിക്കാനുള്ള കോണുകൾ ഉൾപ്പെടുന്ന രണ്ട് ത്രികോണങ്ങൾ എടുക്കുകയാണ് ചെയ്യാം. ഇപ്പം ഇവിടെ നോക്കിയേ, ഒന്ന് എ സി ഡി, മറ്റത് ബി സി ഡി, രണ്ട് ത്രികോണങ്ങൾ കണ്ട. ഈ രണ്ട് ത്രികോണങ്ങൾ എപ്പോഴും ആദ്യം തുല്യ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് തെളിയിക്കണം.
തെളിയിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം അതോടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ രണ്ട് ത്രികോണങ്ങൾ തെളിയിക്കാൻ വേണ്ട കാര്യം എന്ന് ആലോചിക്കാൻ ചിത്രം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക ആദ്യം. അതായത് AC BC ജോയിൻ ചെയ്യുക, CD വരയ്ക്കുക. അവിടെ 90 ഡിഗ്രി വരെയുള്ള കാരണം കണക്കിൽ പറയുന്നുണ്ട്. ഈ ഞാണ് ലംബമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ടാണ് അവിടെ 90 ഡിഗ്രി അളവുള്ള കോൺ വരാനുള്ള കാരണം കേട്ടോ. നമുക്ക് വേണ്ട കാര്യം ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കണം. ഇതിനോട് ശ്രദ്ധിക്കാം. ഇതില് ഒന്നാമത്തെ കേസ്, ഈ രണ്ട് ത്രികോണങ്ങൾ ആദ്യം ഇൻ ട്രയാങ്കിൾ ACD, ട്രയാങ്കിൾ BCD. അതായത് ത്രികോണം ACD, ത്രികോണം BCD, അങ്ങനെ രണ്ട് ത്രികോണങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത് കേട്ടോ. അതില് ഒന്നാമത് എഴുതാൻ പോകുന്നത് AC-യുടെ നീളവും BC-യുടെ നീളവും തുല്യമായിരിക്കും. എന്താ കാരണം? AC and BC അത് റേഡിയായി, അത് ആരങ്ങളാണ് കേട്ടോ. അപ്പൊ നേരത്തെ എഴുതി വെച്ച കാര്യം തന്നെ ആരങ്ങൾ. ശരിക്കും ഇവിടെ ആരങ്ങൾ എന്ന് മാത്രല്ല കേട്ടോ അതിന്റെ മുഴുവൻ രൂപം. അതായത് ഒരേ വൃത്തത്തിലെ ആരങ്ങൾ തുല്യമായിരിക്കുന്നുണ്ട്. നമ്മളത് ഷോർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരങ്ങൾ എഴുതണത് കേട്ടാ. ഒരേ വൃത്തത്തിലെ ആരങ്ങൾ, അല്ല കണ്ണിക്കണ്ട വൃത്തത്തിലെ ആരങ്ങൾ ഒരു കാര്യമില്ല. ഒരേ വൃത്തത്തിലെ ആരങ്ങൾ തുല്യമായിരിക്കും എന്നാണ് അതിന്റെ കംപ്ലീഷൻ കേട്ടാ. റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ ആർ ഈക്വൽ. രണ്ടാമതായിട്ട് ഇവിടെ എഴുതാൻ പോണത് CD സമം CD. അത് പൊതുവായ വശം, കോമൺ സൈഡ്. ഇവിടെ കോമൺ സൈഡ് CD എന്ന് പറയുന്ന രണ്ട് ത്രികോണത്തിനും പൊതുവായ വശം. അപ്പൊ CD സമം CD വരും. മൂന്നാമത് നമ്മൾ എഴുതാൻ പോണത് ഈ രണ്ട് കോണുകൾ തുല്യല്ലേ. അതായത് കോൺ ADC-യും കോൺ BDC-യും ഡിഗ്രി വീതാണ് ഓരോ കോണും വരുന്നത് കേട്ടോ. 90 ഡിഗ്രി ഈച്ച്. അപ്പൊ ആ കോണുകൾ തുല്യം. ഒന്ന് നോക്കി അത് എഴുതി. ഇത്രയും കാര്യം വേഗം എഴുതി. ഇത്രയും കാര്യങ്ങൾ വേഗം എഴുതി. ഞാൻ വായിക്കാം. ഇൻ ട്രയാങ്കിൾ ACD, ട്രയാങ്കിൾ BCD. മലയാളിക്കാരി ത്രികോണം ACD, ത്രികോണം BCD എന്നിവയിൽ ത്രികോണം ACD, ത്രികോണം BCD എന്നിവയിൽ അതിൽ ഒന്നാമത് എഴുതുന്നത് AC സമം BC. AC സമം BC. കാരണം ആരങ്ങൾ എന്ന് എഴുതുക, ആരങ്ങൾ. രണ്ടാമത്തെ CD സമം CD. CD സമം CD. പൊതുവശം, കോമൺ സൈഡ്. പൊതുവശം, കോമൺ സൈഡ്. അടുത്ത കോൺ ADC സമം കോൺ BDC. കോൺ ADC സമം കോൺ BDC. അത് 90 ഡിഗ്രി വീതം വന്നുള്ള കോണുകളാണ്. ഞാൻ കാരണം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി കോൺ വന്നിട്ടില്ല കേട്ടാ. നിങ്ങൾ 90 ഡിഗ്രി അളവുള്ള കോണുകൾ മാത്രമേ എഴുതിയാൽ മതി. 90 ഡിഗ്രി ഈച്ച്. ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ നമ്മള് ഈ രണ്ട് ത്രികോണങ്ങൾ കണ്ട കാര്യം, ഈ ത്രികോണത്തിലെ ഈ രണ്ട് വശങ്ങളും ഉള്ളിൽ വരുന്ന കോണും ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും ഉള്ളിൽ വരുന്ന കോണിനും തുല്യമായി. അപ്പൊ ആ രണ്ട് ത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പൊ അടുത്ത എഴുതാൻ പോകുന്നത് ട്രയാങ്കിൾ ACD സമം ട്രയാങ്കിൾ BCD. SIS എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ രണ്ട് വശങ്ങളും ഒരു കോൺ തുല്യമായി എഴുതാം കേട്ടോ. അപ്പൊ രണ്ട് ത്രികോണങ്ങൾ തുല്യമായതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ AD സമം BD എന്ന് എഴുതാം. എന്താ കാരണം? ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങളാണ്. ഈ രണ്ട് വശങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് തുല്യമായിക്കോളും കേട്ടോ. അടുത്ത രണ്ട് സ്റ്റെപ്പ് 4ഉം 5ഉം എഴുതിയാൽ നാലാമത്തെ ത്രികോണം ACD. ത്രികോണം ACD സമം ത്രികോണം BCD. ത്രികോണം ACD സമം ത്രികോണം BCD. അതിന്റെ കാരണം SIS ആണ്. കാരണം SIS.
രണ്ട് വശങ്ങളും ഉൾക്കോണും തുല്യമായി. ഇനി SAS സംശയമാണെങ്കിൽ രണ്ട് വശങ്ങളും ഉൾക്കോണും തുല്യമാണ്. ഈ രണ്ട് ത്രികോണങ്ങളിൽ രണ്ട് വശങ്ങളും ഉൾക്കോണും. 2 sides and included angle are equal. അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അതിന്റെ മുഴുവൻ രൂപം 2 sides and included angle are equal. അടുത്തത് AD is equal to BD. AD സമം BD. AD സമം BD. AD സമം BD. ബ്രാക്കറ്റിൽ കാരണം എഴുതിക്കുക. തുല്യ ത്രികോണങ്ങളിൽ ഇപ്പൊ നമുക്ക് എഴുതിക്കൂടാ. നേരത്തെ പറഞ്ഞിരുന്ന കാരണം തുല്യ ത്രികോണങ്ങളിൽ തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ തുല്യമായിരിക്കും. തുല്യ ത്രികോണങ്ങളിൽ തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ തുല്യമായിരിക്കും. അപ്പൊ നമ്മുടെ തെളിവായി. അതായത് വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം ഈ ഞാനിനെ സമഭാഗം ചെയ്യും. ദ പെർപെൻഡിക്കുലർ ഫ്രം സെന്റർ ടു എനി കോഡ് വിൽ ബൈസെക്ട് ദ കോഡ്. ഇത് ശ്രദ്ധിക്കണം. ഈ കണക്ക് ചില വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നത് കേട്ടോ. ഇത് നിങ്ങളിപ്പോൾ നാളെ രണ്ടാദ്യം ചെയ്തു, പിന്നെ ഇപ്പോൾ ഒന്ന് ചെയ്തു. അടുത്ത് നിങ്ങൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേഗം എഴുതിയെടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ ചിത്രം വരയ്ക്കും. അപ്പോൾ ആദ്യം രണ്ടാ ചെയ്തത്, പിന്നെ ഇപ്പോൾ ഒന്ന് ചെയ്തു, ഒരു എക്സ്ട്രാ കണക്ക് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങളതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ചോദ്യം വേഗം എഴുതി. ചോദ്യം എഴുതിയിട്ട് ആ ചിത്രം വരച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ചിത്രം വരച്ചോളൂ. ചിത്രം വരച്ച ചിത്രം വരച്ച ചോദ്യം ഞാൻ വായിക്കാം കേട്ടോ, ശ്രദ്ധിക്കുക. ദ ഫിഗർ ഷോസ് 2 chords drawn on either sides of a diameter. What is the length of the other chord? അവിടെ ചിത്രത്തില് 2 ഞാണുകൾ വരച്ചിട്ടുണ്ട്. അതിൽ ഒരു ഞാണിന്റെ നീളം 3 സെന്റിമീറ്ററാണ്. എങ്കിലും മറ്റേ ഞാണിന്റെ നീളം എത്രയാണെന്നാണ് ഈ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ആ ചിത്രം വായിക്കാം.
ഈ കണക്ക് ചെയ്യാൻ ഈ പേരൊന്ന് കൊടുക്കാം. എ ബി ഇവിടെ കൊടുക്കും, ഇവിടെ ഡി ഇവിടെ ഓ കൊടുക്കും, ഇത് ഓ. നിങ്ങൾ രണ്ട് ലംബങ്ങൾ ഇവിടുന്ന് ഈ ഞാനിലേക്ക് വരയ്ക്കും. ഇവിടെ പി, ഇവിടെ ക്യൂ. ആ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇതേപോലെ അത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ചിത്രം അല്പം വലുതാക്കി വരച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്കിതൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഓക്കെ, റെഡി? ചിത്രമാശ കഴിഞ്ഞില്ലേ? ഇവിടെ ശ്രദ്ധിക്കും. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താ ഒരു പറയുന്നത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ കോഡ്. ഒരു കോഡ്, അതായത് AD എന്ന് പറയുന്ന കോഡിന്റെ നീളം കണക്കിൽ 3 എന്ന് തന്നിട്ടുണ്ട്. അതർ കോഡ് എന്ന് പറയുമ്പോൾ അടുത്ത കോഡ് AC ആണ്. AC-യുടെ ലെങ്ത് എത്ര എന്നാണ് ചോദിച്ചുള്ളത്. ഇത് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാനുള്ള ചോദ്യമല്ല. ലെങ്ത് കാണാന്ന് പറയുന്നത് സാധാരണ കണക്ക് കൂട്ടിയാണ് അല്ലേ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇതങ്ങനെയല്ല. ഇത് ചെയ്യേണ്ട കാര്യം എന്താണെങ്കിൽ, ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം, നമ്മൾ മുമ്പൊരു നോട്ട് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ മുന്നിൽ പഠിച്ച നോട്ടുകളൊക്കെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഓരോ കണക്കിലേക്കും വേണ്ട ഐഡിയ ക്ലിക്ക് ആവുള്ളൂട്ടാ. അവിടെ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു വൃത്തത്തിലെ തുല്യ നീളമുള്ള ഞാണുകൾ കേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കും എടുക്കുക. നമ്മൾ നോട്ട് പഠിച്ചിട്ടുണ്ട്. ഈക്വൽ കോഡ്സ് ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ എന്നാണ് പഠിച്ചിട്ടുള്ളത്. തുല്യ ഞാണുകള് വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിൽ എടുക്കും. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഈ ഞാണിലേക്ക് വരയ്ക്കുന്ന അകലം, അതായത് AC എന്ന് പറയുന്ന ഞാണിലേക്കും AD എന്ന് പറയുന്ന ഞാണിലേക്കും വരയ്ക്കുന്ന അകലങ്ങള് തുല്യമായാൽ എന്തായിരിക്കും പ്രത്യേകത? ഈ രണ്ട് ഞാനുകൾക്ക് ഒരേ നീളമായിരിക്കും. മനസ്സിലായോ? വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഈ രണ്ട് ഞാനിലേക്കുള്ള അകലങ്ങൾ തുല്യമായാൽ, അതായത് അകലം എന്ന് പറഞ്ഞാലേ ഈ ഞാനിലേക്ക് കാണിച്ചിട്ടുള്ള അകലമാണ് OQ. അകലം ഞാൻ പറഞ്ഞു, നമ്മൾ കണക്കിൽ അകലം കാണിക്കുക ലംബ ദൂരാണ് കാണിക്കുക, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കാണിക്കുക. മനസ്സിലായോ? അതേപോലെ ഈ ഞാനിലേക്കുള്ള അകലാണ് OP എന്ന് പറയുന്നത്. ഇത് രണ്ടും തുല്യമാണെങ്കിൽ നമുക്ക് എന്ന് പറയാം, ഈ രണ്ട് ഞാനുകൾ AD ആൻഡ് AC ആർ ഈക്വൽ. AD യും AC യും ഈക്വൽ ആയി കഴിഞ്ഞ എന്താ പ്രത്യേകത? ഈ ഞാണിന്റെ നീളം 3 പറയണത്. അപ്പൊ AC എന്ന് പറഞ്ഞ ഞാണിന്റെ നീളവും 3 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഞാനുകളുടെ നീളങ്ങൾ തുല്യമാണെന്ന് നോക്കാനാണ്. ഇത് നോക്കാന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ രണ്ട് ഞാനുകൾ ഉൾപ്പെടുന്ന ഈ രണ്ട് ത്രികോണങ്ങൾ AOP ആൻഡ് AOQ, ആ രണ്ട് ത്രികോണങ്ങള് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് നോക്കണം. തുല്യ ത്രികോണങ്ങളാണോ എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് അകലങ്ങൾ തുല്യമായി. ഈ അകലങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ ആ ഞാണുകളുടെ നീളങ്ങൾ തുല്യമായി. ഞാണുകളുടെ നീളങ്ങൾ തുല്യമായാൽ ഓരോ ഞാണും 3 സെന്റിമീറ്റർ വീതമായിരിക്കും. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പിന്റെ ഐഡിയ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ചിത്രം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ചിത്രം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കാനുള്ളത് OP സമം OQ ചെയ്യണം. ആ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ രണ്ട് ത്രികോണം എടുക്കാൻ പോകുന്നത് ഇതേപോലെ ഇൻ ട്രയാങ്കിൾ AOP, ട്രയാങ്കിൾ AOP, ഈ രണ്ട് ത്രികോണങ്ങളാണ് എടുക്കുന്നത്, AOP ആൻഡ് AOQ. അപ്പൊ അത് എഴുതിക്കും, ഇൻ ട്രയാങ്കിൾ AOP ആൻഡ് AOQ. ഇതില് ഇവിടെ ശ്രദ്ധിക്കാം. ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ് ഇത് തെളിയിക്കാനാണ് ഇപ്പൊ നമ്മൾ പോണത് കേട്ടാ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മളിവിടെ ഈ രണ്ട് കോണുകൾ എത്രയാണെന്ന് കാണാൻ പോകുന്നത്. അതായത് കോൺ എന്താ പറയാ, കോൺ AOP യും കോൺ AOQ യും എത്ര
ആയിരിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ക്ലിയറായോ? ഇവിടെ ശ്രദ്ധിക്കും. ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്, നമുക്ക് കണക്കിൽ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലംബായി. അപ്പോൾ ആംഗിൾ AOP എന്ന് പറഞ്ഞാൽ ഒരു മട്ടത്രികോണത്തിലെ ഒരു കോൺ 90 ഡിഗ്രി ആയാൽ മറ്റ് 2 കോണുകൾ കൂട്ടുമ്പോഴും 90 ഡിഗ്രി വരും. ഒരു മട്ടത്രികോണത്തിലെ ഒരു കോൺ എപ്പോഴും 90 ഡിഗ്രി വരും, മറ്റ് 2 കോണുകൾ കൂട്ടുമ്പോഴും 90 ഡിഗ്രി വരും. മനസ്സിലായ? അപ്പൊ നമുക്കിവിടെ ആംഗിൾ AOP എത്ര ഡിഗ്രി വരും? 60 വരും. ഇവിടെ 60 വരും. ഇവിടെ അതിന് വരില്ലേ? ആംഗിൾ AOQ 60. കണ്ടാ? അതിന്റെ കാൽക്കുലേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ എങ്ങനെയാണ്? 90 മൈനസ് 30 സമം 60. ഇവിടെ അങ്ങനെ തന്നെ 90 മൈനസ് 30 സമം 60. ഈ 2 കോണില് 60 ഡിഗ്രി വീതായി. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ AO എന്ന് പറയുന്നത് വശമുണ്ട്. ആ വശത്തിന്റെ അറ്റങ്ങൾ വരുന്ന ഈ 2 കോണുകളും ഇപ്പുറത്ത് വരുന്ന 2 കോണിലും അറ്റത്ത് 2 കോണിലും തുല്യായി. അപ്പോ ഒരു വശവും അതിന്റെ അറ്റങ്ങളിൽ വരുന്ന 2 കോണുകളും പരസ്പരം തുല്യായി. ഒരു വശവും അതിന്റെ അറ്റങ്ങൾ വരുന്ന 2 കോണും തുല്യമായി കഴിഞ്ഞാൽ ആ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായിരിക്കും. മനസ്സിലായ? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ നോക്കൂ, ഇവിടെ AOP സമം AOQ അപ്പോൾ അവിടെ ചെയ്യാൻ പോകുന്നത് ഒന്നാം സ്റ്റെപ്പില് AO സമം AO എന്നെഴുതും. AO സമം AO. അതിന്റെ കാരണം പൊതുവശം, കോമൺ സൈഡ്. രണ്ടാമത്തത് കോൺ OAP സമം കോൺ OAQ. കണ്ടാ? ഈ 2 കോണുകൾ തുല്യമാണെന്ന് കണക്കിൽ തന്നിട്ടുണ്ട്. അത് ഗിവൺ. മൂന്നാമത് കോൺ AOP is equal to AOQ. 60 ഡിഗ്രി വീതമുള്ള കോണുകൾ 60 ഡിഗ്രി ഈച്ച്. 60 ഡിഗ്രി ഈച്ച്. 60 ഡിഗ്രി വീതമുള്ള കോണുകൾ 60 ഡിഗ്രി ഈച്ച്. ഇപ്പോ നോക്കൂ, ഈ ത്രികോണത്തിലെ ഒരു വശവും അതിന്റെ അറ്റങ്ങളിൽ വരുന്ന 2 കോണുകളും ഈ ത്രികോണത്തിന്റെ അതേ ഭാഗങ്ങളോട് തുല്യം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന നാലാമത്തെ ത്രികോണം AOP is equal to ത്രികോണം AOQ. അത് SAA എന്നതിന്റെ കാരണം നമ്മൾ ഷോർട്ടായിട്ട് എഴുതുക. SAA എന്ന് പറഞ്ഞാല് ഒരു വശവും അറ്റങ്ങളിൽ വരുന്ന 2 കോണുകൾ. കേട്ടാ? നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതോട് ഞാൻ പറയാം. ഇവിടുന്ന് വേഗം എഴുതിയിട്ട് നിങ്ങൾ ഇവിടുന്നോട്ട് ആരംഭിക്കാം. കേട്ടാ? ആംഗിൾ AOP സീക്കറ്റ് 90 മൈനസ് 30 അപ്പൊ 60 കിട്ടി. അടുത്തത് AOQ. അടുത്ത കോണത്തിൽ AOQ കാണുമ്പോൾ അവിടെ 90 മൈനസ് 30 ആണ്. 90 മൈനസ് 30, അതും നമുക്ക് 60 ഡിഗ്രി കിട്ടി. അടുത്തത് AO സമം AO. AO സമം AO പൊതുവശം, കോമൺ സൈഡ്. പൊതുവശം, കോമൺ സൈഡ്. പൊതുവശം, കോമൺ സൈഡ്. അടുത്തത് കോൺ OAP സമം കോൺ OAQ. ഈ 2 കോണുകൾ തുല്യമാണ്. അത് കണക്കിൽ തന്നിട്ടുണ്ട്. 30 ഡിഗ്രി വീതമാണെന്ന് കണക്കിൽ തന്നിട്ടുണ്ട്. അടുത്ത് കോൺ AOP സമം കോൺ AOQ. അത് 60 ഡിഗ്രി വീതമുള്ള കോണുകളാണ്. 60 ഡിഗ്രി ഈച്ച്. 60 ഡിഗ്രി വീതമുള്ള കോണുകൾ 60 ഡിഗ്രി ഈച്ച്.
അടുത്തതില് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ്. ത്രികോണം എ ഒ പി സമം ത്രികോണം എ ഒ ക്യു. ത്രികോണം എ ഒ പി സമം ത്രികോണം എ ഒ ക്യു. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായത് കൊണ്ട് നമുക്ക് അടുത്തിട്ട് എന്ത് പറയാം? ഒ പി സമം ഒ ക്യു എന്ന് എഴുതിക്കൂടെ? ഒ പി സമം ഒ ക്യു. ഈ അകലങ്ങള് ഈ ഞാനിലേക്ക് വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള അകലങ്ങള് തുല്യമാണ്. കാരണം ഈ രണ്ട് കോണുകൾ തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങളത്. അപ്പൊ അടുത്തിട്ട് 5 നമ്പർ ഇട്ടിട്ട് ഒ പി സമം ഒ ക്യു എന്ന് എഴുതാം. ഒ പി സമം ഒ ക്യു. ബ്രാക്കറ്റില് അതിന്റെ കാരണം എഴുതാം. തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ തുല്യമായിരിക്കും. തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ തുല്യമായിരിക്കും. തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ തുല്യവശങ്ങൾക്ക് എതിരെ കേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിൽ കിടക്കുന്ന ഞാണുകളാണ് എ ബി ആൻഡ് എ സി. കേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലങ്ങൾക്ക് എതിരെ കിടക്കുന്ന ഞാണുകളുടെ പ്രത്യേകത, തുല്യ അകലത്തിൽ കിടക്കുന്ന ഞാണുകൾ തുല്യമായിരിക്കും. ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന കോഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആറാമത്തെ AD is equal to AC. AD is equal to AC. അപ്പോൾ AD is equal to AC ആണെങ്കിൽ നമുക്ക് ADയുടെ ലെങ്ത് ഇവർ തന്നിട്ടുണ്ട്. AD is equal to 3. Therefore AC is equal to 3. അകലങ്ങൾ തുല്യമായതുകൊണ്ട് തുല്യ അകലത്തിൽ കിടക്കുന്ന ഞാണുകൾക്കൊക്കെ ഒരേ നീളമായിരിക്കും എന്ന ആശയമാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ തെളിയിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തത്. ആറാമത്തെ therefore AD is equal to AC. ഇനി AD 3 എന്ന് കണക്കിലുണ്ട്. therefore AC is equal to also 3. ഓക്കെ, പെട്ടെന്ന് സ്റ്റെപ്പുകളൊന്ന് നോക്കി വേഗം ഞാൻ വായിക്കാം കേട്ടോ. ഈ രണ്ട് ത്രികോണം എടുത്തു, AOP ആൻഡ് AOQ. അതിൽ AOP എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിച്ചു, പിന്നെ AOQ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിച്ചു. അത് രണ്ടും 60 ഡിഗ്രി വീതമായിട്ട് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞാൽ അടുത്തത് ഈ രണ്ട് ത്രികോണിലെ AOസും AO എന്ന് എഴുതി, പൊതുവായ വശം കോമൺ സൈഡ്. ദെൻ ഈ രണ്ട് ആംഗിൾസ് OAP ആൻഡ് OAQ അത് തുല്യമാണെന്ന് കണക്കിൽ തന്നിട്ടുണ്ട്. ഓരോന്നും 30 ഡിഗ്രി വീതമാണെന്ന് കണക്കിൽ ദാറ്റ് ഇസ് ഗിവൺ തന്നിട്ടുണ്ട്. ഈ രണ്ട് കോണിൽ 60 ഡിഗ്രി വീതമാണ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ആംഗിൾ AOP ആംഗിൾ AOQ ആണ് ഈക്വൽ. അപ്പോൾ ഈ 1, 2, 3 ആ 3 കാരണങ്ങളിൽ നിന്ന് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ് നമുക്ക് കിട്ടി. അതായത് എന്താ അതിന്റെ കാരണം പറയാം? SAA വെച്ചാൽ ഒരു വശവും അതിന് അറ്റങ്ങൾ വരുന്ന രണ്ട് കോണുകൾ, ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായിരിക്കും. ദെൻ അടുത്തത് OP സമം OQ. OP സമം OQ എന്ന് പറഞ്ഞാൽ തുല്യ കോണുകൾക്ക് എതിരെ കിടക്കുന്ന വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ, ഈ രണ്ട് ഞാണുകൾ തുല്യ അകലത്തിൽ കിടക്കുന്നത് കൊണ്ട് AD സമം AC എന്ന് പറയാം. അതിൽ AD കണക്കിന് 3 തന്ന കാരണം ACയുടെ നീളവും 3 തന്നെയായിരിക്കും. ക്ലിയർ ആയോ? ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ചോദ്യമാണ്, ക്വസ്റ്റ്യൻ നമ്പർ 5. അത് ഇതിന്റെ നേരെ റിവേഴ്സ കണക്ക്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളത് ചെയ്യാൻ പോകണം കേട്ടോ. അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ വേഗം എഴുതിയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5. ചോദ്യം എഴുതി കഴിഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കണം. ഞാൻ ചിത്രം വരയ്ക്കുന്നത് ശ്രദ്ധിക്കും.
നേരത്തെ പോലെ തന്നെ പേര് കൊടുക്കുക കേട്ടോ. ചോദ്യം എഴുതി കഴിഞ്ഞാൽ ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ നേരത്തെ പോലെ ഇവിടെ 90 ഡിഗ്രി വരും കേട്ടോ, ഇവിടെയും 90 ഡിഗ്രി വരും. അതായത് മാർക്ക് ചെയ്യും. ഇപ്പോ ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം എന്താ വെച്ചാൽ ചോദ്യം വായിക്കുന്നത് ദ ഫിഗേഴ്സ് ഷോസ് 2 കോർഡ്സ് ആർ ഡ്രോൺ ഓൺ either സൈഡ്സ് ഓഫ് എ ഡയാമീറ്റർ. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ 2 ഭാഗത്ത് 2 ഞാണുകൾ വരച്ചിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ദ അതർ കോഡ് മേക്സ് വിത്ത് ദ ഡയാമീറ്റർ. ഈ രണ്ടാമത്തെ ഈ കോഡ്, അതായത് രണ്ടാമത്തെ ഞാൻ ഈ വ്യാസവുമായി നിർമ്മിക്കുന്ന കോൺ എത്രയാണെന്ന് അവർ ചോദിക്കണത് കേട്ടോ. ഇപ്പൊ ഇതില്ലേ നമുക്ക് അറിയുന്ന കാര്യം, ഇവര് തന്നിട്ടുള്ള കേസ് വെച്ചാൽ AC-യുടെ നീളവും AD-യുടെ നീളവും തുല്യമാണെന്ന് കണക്കിൽ തന്നിട്ടുണ്ട്. AC = AD, അത് രണ്ടും 3 സെന്റിമീറ്റർ വീതമാണെന്ന് കണക്കിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആ 2 ഞാണുകൾക്ക് ഒരേ അകലമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, OP OQ ആയിരിക്കില്ലേ. OP = OQ. എന്താ കാരണം, ഞാണുകൾ തുല്യമാണെങ്കിൽ അവയ്ക്ക് വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള അകലങ്ങൾ തുല്യമായിരിക്കും. തിരിച്ചും പറയാം, വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള അകലങ്ങൾ തുല്യമാണെങ്കിൽ ഞാണുകളും തുല്യമായിരിക്കും. ഇത് തിരിച്ചും മറിച്ചും നിങ്ങളുടെ ഓർമ്മയിൽ വരണ്ട. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ? ഞാണുകൾ തുല്യമാണെങ്കിൽ ആ ഞാണുകളിലേക്ക് വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള അകലങ്ങൾ തുല്യമായിരിക്കും. വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള അകലങ്ങൾ തുല്യമാണെങ്കിൽ ഞാണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഞാണുകൾ തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, OP = OQ. അതിന്റെ കാരണം ഇതിലേക്ക് നമ്മള് AC = AD. അപ്പൊ നമുക്ക് OP = OQ കിട്ടും. ഇനി അടുത്തത് AO = AO എന്നായിരിക്കില്ലേ, രണ്ടിനും കോമൺ സൈഡ് അല്ലേ, പൊതുവശം കോമൺ സൈഡ്. ഇതിപ്പോ നമ്മൾ ചെയ്ത ഈ പത്രാന്തങ്ങൾ ചെയ്യണം 1 2 3 4 5 കണക്ക് ചെയ്തു. 5-ാമത് ചെയ്യണത്. ഈ 5 കണക്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറെക്കുറെ കാരണങ്ങൾ സെയിമാ. പൊതുവശം അല്ലേ, അതൊക്കെ നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ചില കാരണങ്ങളാട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു വെച്ചോളത്. AO = AO. അടുത്തത് നോക്കൂ. ഇപ്പൊ നമുക്ക് OQ = OP കിട്ടി. അതുപോലെ AO = AO കിട്ടി. അടുത്തത് നോക്കി നിങ്ങൾക്ക് ഇവിടെ AQ = AP ആയിരിക്കില്ലേ. അതായത് ഇത് രണ്ടും തുല്യമായിരിക്കില്ലേ. എന്ന് കാരണം വെച്ചാല് 2 തുല്യ നീളമുള്ള ഞാണുകളാണ്. ആ ഞാണുകളിലേക്ക് വൃത്തകേന്ദ്രത്തിൽ നിന്ന് ലംബം വരച്ച് കഴിഞ്ഞാൽ ഞാന് സംഭാവന ചെയ്യും. അപ്പോൾ AQ = QD ആയിരിക്കും. അപ്പോ AQ-യുടെ നീളവും AP-യുടെ നീളവും തുല്യമായിരിക്കും കേട്ടോ. അത് G1 കാണിച്ചാൽ മതി. ഇപ്പൊ നോക്കിയേ, ഈ 2 ത്രികോണങ്ങളിലും 3 വശങ്ങൾ തുല്യമായി. 3 വശങ്ങൾ തുല്യമായത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ 2 ത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം. അടുത്തതിലെ ട്രയാങ്കിൾ AOP = ട്രയാങ്കിൾ AOQ. 3 വശങ്ങൾ തുല്യം. ഇത്രയ്ക്കൊന്ന് വേഗം എഴുതിയിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ സ്റ്റെപ്പുകൾ വായിക്കും. ആദ്യത്തെ AC = AD. AC = AD എന്നുള്ള കാരണം ഗിവൺ, കണക്കിലത് തുല്യ ഞാണുകളാണെന്ന് കണക്കിൽ അവർ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഗിവൺ, തന്നിട്ടുണ്ടെന്ന് എഴുതാം. മലയാളിക്കാരെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ OP = OQ. OP = OQ. OP OQ തുല്യമാവാനുള്ള കാരണം AC = AD തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിലുണ്ട്. അപ്പൊ ഇത് ഞാണുകള് തുല്യമാണ്, അതുകൊണ്ട് ആ ഞാണുകളിലേക്കുള്ള അകലങ്ങളും തുല്യമായിരിക്കും. അപ്പൊ OP = OQ. അടുത്ത് AO = AO.
AO is equal to AO, അതായത് പൊതുവശം കോമൺ സൈഡ്, പൊതുവശം കോമൺ സൈഡ്. അടുത്ത് AQ is equal to AP. AQ is equal to AP. അത് ഗിവൺ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് ഞാനുകൾക്ക് ഒരേ നീളമായതുകൊണ്ട് അവയുടെ പകുതികൾ തുല്യമായിരിക്കുന്നതിന്റെ ആശയം കേട്ടോ. അടുത്ത രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എഴുതാം. ട്രയാങ്കിൾ AOP is equal to ട്രയാങ്കിൾ AOQ. AOP is equal to AOQ. ബ്രാക്കറ്റില് SSS എഴുതാം. മൂന്ന് വശങ്ങൾ തുല്യമായി. ഇവിടെ നോക്കിയാൽ നിങ്ങള് ത്രികോണങ്ങൾ തുല്യമാണ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കിയ ആംഗിൾ OAPയും ആംഗിൾ OAQയും തുല്യമാണെന്ന് എഴുതിക്കൂടാ. ഈ രണ്ട് കോണുകൾ തുല്യമാണെന്ന് എഴുതിക്കുള്ളൂ. OAP OAQ എന്ന കാരണം ഇരിക്കുക ഈ രണ്ട് വശങ്ങൾ തുല്യല്ലേ. അപ്പൊ തുല്യ വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകളാണ് രണ്ടും. കാരണം തുല്യവശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകൾ. അപ്പൊ ഈ രണ്ട് കോണുകൾ ഓരോന്നും തുല്യമായതുകൊണ്ട് അതിൽ ഒരു കോണ് 40 ഡിഗ്രി കണക്കിൽ തന്നിട്ടുണ്ട്. Therefore angle OAP is also 40 degree. ഈ രണ്ട് സ്റ്റെപ്പിന് വേണ്ടി അതിനോട് നോക്കുക. OAP is equal to OAQ എന്ന് എഴുതാം. OAP is equal to OAQ എന്ന് എഴുതാം. അതിന് കാരണം തുല്യ വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. തുല്യ വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അത് കഴിഞ്ഞിട്ട് OAP is equal to 40 degree. ആ രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ട് അതിലത്തെ ഒരു കോണാണ് OAP. അതിൻ്റെ അളവ് മറ്റേ കോണിൻ്റെ അളവിന് തുല്യമായിരിക്കും. അതിലെ OAQൻ്റെ അളവ് 40 എന്ന് കണക്കിൽ തന്നിട്ടുണ്ട്. പിന്നെ ഡൗട്ടുകൾ ഉണ്ടോയെന്ന് പെട്ടെന്ന് നോക്കിയേ. അഞ്ചാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 3, 5 ഒരേപോലത്തെ കണക്കാണ് ഏകദേശം കേട്ടോ. ഇതിൻ്റെ നേരെ ഒരു വേഴ്സാണ് മറ്റത് പറഞ്ഞത്. ഓക്കെ, റെഡി ആയി കഴിഞ്ഞാൽ ആറാമത്തെ ക്വസ്റ്റ്യൻ വേഗം എഴുതാം. അടുത്ത നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 6 വേഗം എഴുതിയിരിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 എഴുതിയെടുക്കാൻ ഞാൻ ചോദ്യം വായിക്കാം. Prove that the angle made by two equal chords drawn from a point on the circle is bisected by the diameter through that point. ഇതാണ് ചോദ്യം കേട്ടോ. പെട്ടെന്ന് എഴുതിക്കൂ. അതിന് ചിത്രം ഞാനിവിടെ വരയ്ക്കാം കേട്ടോ. ചിത്രം ഞാൻ വരയ്ക്കാം. വേഗം വരയ്ക്കാം.
കഴിഞ്ഞ കണക്കുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതായത് 5ാമത്തെ ചിത്രം, അതുപോലെ തന്നെ 3ാമത്തെ ചിത്രം, ഇതൊക്കെ ഒരേപോലെ ചിത്രങ്ങൾ കിടക്കുന്നത്. വരച്ചു അല്ലേ? ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞില്ലേ? പ്രൂവ് ദാറ്റ് ദ ആംഗിൾ മെയ്ഡ് ബൈ 2 ഈക്വൽ കോഡ്സ്. ഇപ്പൊ 2 ഈക്വൽ കോഡ്സ് ഉണ്ട്, ഒരെണ്ണം AB ആൻഡ് AC. അപ്പൊ കണക്കിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2 കോഡ്സ് ഈക്വൽ ആണ്, 2 ഞാനുകൾ തുല്യമാണ്. അതിന്റെ അർത്ഥം AB സമം AC. ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമുക്ക് കണക്ക് പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാനായിട്ട് വേണ്ട ചില കാര്യങ്ങളാണ്. ഈ 2 ഞാനുകൾക്ക് ഒരേ നീളമാണെന്ന് കണക്കിൽ തന്നിട്ടുണ്ട്. Prove that the angle made by 2 equal chords. ഈ 2 ഈക്വൽ കോഡ്സ് തമ്മിൽ കൂടി ചേരുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ, ഒരു കോൺ വരുന്നുണ്ട്. ഇത് എന്താണെന്ന് പറയുന്നത്? From a point on the circle bisected by the diameter through that point. ഇനി ഈ പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന ഒരു ഡയാമീറ്റർ, ഒരു വ്യാസം ഈ കോണിനെ ബൈസെക്ട് ചെയ്യും, അതായത് സമഭാഗം ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ BAOയും CAOയും ഈ 2 ഭാഗങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കാനാണ് ചോദ്യം കേട്ടോ. അപ്പൊ നമ്മൾ വേഗം നേരത്തെ ചിത്രം പോലെ ഈ ഡിസ്റ്റൻസുകൾ കാണിക്കാം. ഇവിടെ P, ഇവിടെ Q, ഇവിടെ 90, ഇവിടെ 90. ആ പേരുകൾ മാർക്ക് ചെയ്യണം കേട്ടോ. ചിത്രം വരയ്ക്കുക, പേര് മാർക്ക് ചെയ്യുക. ചിത്രം വരച്ചാം, പേര് കൊടുക്കാം. ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടാ. ഇത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത്രയും കണക്ക് നമ്മൾ ചെയ്തു പോയിട്ടുള്ളതല്ലേ. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതുവരെ ചെയ്ത പോലെ തന്നെ ഇവിടെ 2 ത്രികോണങ്ങൾ കണ്ടാം. അത് ട്രയാങ്കിൾ AOPയും ട്രയാങ്കിൾ AOQയും. ഈ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം. കണ്ട, അത് റീസൺസ് അവിടെ നിന്ന് കണ്ടെത്താവുന്നുള്ളൂ, ഈസിയാണത്. ഈ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ആ ത്രികോണങ്ങളുടെ സമാന ഭാഗങ്ങളാണ് ഈ 2 കോണുകൾ. ആ 2 കോണുകൾ ഓട്ടോമാറ്റിക്കലി അത് തുല്യമായിക്കോളും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 ഈക്വൽ കോഡ്സ് ആണ് തന്നിരിക്കുന്നത്. ABC = AC എന്നാണ് തന്നിരിക്കുന്നത്. ഈക്വൽ കോഡ്സ് തന്നിട്ടുള്ള ഈ 2 ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതായത് OPC = OQ വരും. ഈക്വൽ കോഡ്സ് പറയുമ്പോൾ ആ ഈക്വൽ കോഡ്സിലേക്ക് സെൻറ്റർ ചെയ്യുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. കണ്ട, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് തെളിയിക്കാൻ വേണ്ട സ്റ്റെപ്പുകളായി മാറുന്നു ഇതൊക്കെ കേട്ടോ. ഈക്വൽ കോഡ്സ് ആണ്. അപ്പോൾ ഈക്വൽ കോഡ്സ് ആകുമ്പോൾ ഈ 2 ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. AQC = AP ആയിരിക്കും. കാരണം പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ കോഡിനെ സമഭാഗം ചെയ്യും. ഈക്വൽ കോഡ്സ് ആയതുകൊണ്ട് ഈ ബൈസെക്ട് ചെയ്യുന്ന AQ and AP ഈക്വൽ ആയിരിക്കും. കോഡ് ഡിസ്റ്റൻസിൽ ഈക്വൽ ആയിരിക്കും. ഈ 2 ആംഗിൾ 90 വന്നു. അപ്പോൾ SAS പ്രകാരം ഈ 2 ട്രയാങ്കിൾസ് നിങ്ങൾക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് പാർട്സ് ആണ് PAO, AOP എന്നൊക്കെ കോണുകൾ. ആ 2 കോണുകൾ തുല്യമായിരിക്കും. ആ 2 കോണുകൾ തുല്യമായി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഡയാമീറ്റർ
ഈ രണ്ട് ഈക്വൽ കോഡ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന ആംഗിള് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് തുല്യമായിട്ട് ഭാഗിച്ചു എന്നായി മാറും കേട്ടോ. ഈ കണക്ക് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഹോംവർക്കായിട്ട് ചെയ്ത് വെക്കുക കേട്ടോ.